ഞാനില്ല യൂട്യൂബ് ചാനൽ തുടങ്ങിയ ടൈമിൽ ഞാനിങ്ങനെ വ്ളോഗ്സ് ഒക്കെ ആയിരുന്നല്ലോ ഇടുന്നത്. അപ്പോൾ നോക്കിയാൽ അറിയാം വ്ളോഗുകൾ അങ്ങനത്തെ എന്തൊക്കെയോ ഇടുന്നത്. അപ്പോൾ എന്നോട് എല്ലാവരും വന്ന് ചോദിച്ചു, നീ എന്തിനാ ഈ അപർണ സെയിൽസിന് പേരിട്ടിരിക്കുന്നത്, എന്നിട്ട് നീ ഒന്നും പറയുന്നില്ലല്ലോ വന്നിരുന്നിട്ട്, അങ്ങനെ ഒരു ഡയലോഗ്. അപ്പം ഞാൻ ഇങ്ങനെ ആലോചിച്ചു, ഇതിന് അങ്ങനെ ഒരു അർത്ഥം ഉണ്ടല്ലേ എന്ന് എനിക്ക് അപ്പോഴാണ് സത്യം പറഞ്ഞാൽ കിട്ടിയത്. ഞാൻ പറഞ്ഞു, ഇതൊരു രസത്തിനും കിട്ടുന്നുള്ളൂ, പറയാനൊരു സുഖം, അല്ലാതെ അപർണ ഷോസ്, അപർണ അപ്പിയർ എന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് അപർണ സേസ് നാക്കിയെന്നുള്ളൂ എന്നിങ്ങനെ പറഞ്ഞു. ഞാനിപ്പോൾ ഇങ്ങനെ റീസെൻ്റ്ലി ഇങ്ങനെ ഓരോന്നൊക്കെ വരുമ്പോൾ ഞാനിങ്ങനെ തന്നെ ഇരുന്ന് പറയും എന്നോട് തന്നെ, ഇത് കേൾക്ക്, ഇങ്ങനെ ഒരു കാര്യമുണ്ട് എന്നൊക്കെ. അപ്പം ഞാൻ ആലോചിച്ചു, എന്താ എനിക്കിത് എൻ്റെ യൂട്യൂബിലെ ചാനലിൽ പറഞ്ഞാൽ കുഴപ്പം, രസം ഉണ്ടാവുമല്ലോ അങ്ങനെ വിചാരിച്ചു. അറ്റ്ലീസ്റ്റ് എനിക്കെങ്കിലും രസം ഉണ്ടാവില്ല, ഇത് കാണുന്നതാകെ 30 പേരായിരിക്കും എന്നാലും. അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം അഖിൽ മാരാറിൻ്റെ വൈഫും ആനീഷ് കൈലാസും കൂടി ഇരുന്നിട്ട് ഇങ്ങനെ ഒരു സാധനം ഉണ്ടല്ലോ, ആനീസ് കിച്ചണിനകത്ത് അവരിങ്ങനെ പറയുന്നൊരു സാധനം കണ്ടു. അതായത് ആനി ഇങ്ങനെ ചോദിക്കുന്നു, എന്തിനാണ് അഭിപ്രായം പറയാറ് അഖിലിൻ്റെ അടുത്ത് എന്നുള്ള കാര്യം. അപ്പോൾ പുള്ളിക്കാരത്തെ ഇങ്ങനെ തിരിച്ചിങ്ങനെ പറയുന്നതിന് മുമ്പേ അഖിൽ ഇങ്ങനെ പറയാണ്, അങ്ങനെ എന്തെങ്കിലും അറിഞ്ഞിട്ട് വേണ്ടേ പറയാനെന്ന്. അപ്പോൾ എനിക്ക് ഭയങ്കര ഞെട്ടലുണ്ടാക്കിയത് അതല്ല, നമ്മളിതൊക്കെ തന്നെ ഇവരെന്ന് പ്രതീക്ഷിക്കുന്നുള്ളൂ. ആനി അങ്ങ് ഒഫൻഡായി. അതായത് ആനിയെ വരെ ഒഫൻഡഡ് ആക്കണം പാട്രിയാർക്കി ഉണ്ടെങ്കിൽ എന്തായിരിക്കും അഖിൽ മാരാറിൻ്റെ റേഞ്ച്. ഞാൻ അങ്ങനെ ആലോചിക്കുക, എനിക്കിതൊക്കെ ഇങ്ങനെ ഇരുന്ന് പറയാൻ ഒരു സ്ഥലമില്ല. അപ്പം ഇങ്ങനെ വന്നിരുന്നിട്ട് ഞാൻ തന്നെ കാണും ഈ വീഡിയോ, ഇങ്ങനെ എന്നോട് തന്നെ പറയുന്നു,